Loving can hurt. Loving can hurt sometimes, but it's the only thing that I know. When it gets hard, you know it can get hard sometimes. It is the only thing that makes us feel alive. We keep this love in a photograph. We made these memories for ourselves, where our eyes are never closing, our hearts are never broken, and time's forever frozen still. So you can keep me inside the pocket of your ripped jeans, holding me closer till our eyes meet. You won't ever be alone. Wait for me to come home. Loving can heal. Loving can mend your soul, and it's the only thing that I know. I swear it will get easier. Remember that with every piece of you. And it's the only thing we take with us when we die. We keep this love in its photograph. We made these memories for ourselves, where our eyes are never closing, our hearts were never broken, time's forever frozen still. So you can keep me inside the pocket of your ripped jeans, holding me closer till our eyes meet. You won't ever be alone. And if you hurt me, that's okay, baby. Only words bleed inside these pages. You just hold me. I won't ever let you go. Wait for me to come home. ദിവ്യബലിയിൽ സ്നേഹബലിയിൽ പങ്കുചേരാൻ പാരിൻ മക്കൾ
മോദമോടെ വരികയായി. ദിവ്യബലിയിൽ സ്നേഹബലിയിൽ പങ്കുചേരാൻ പാരിൻ മക്കൾ മോദമോടെ വരികയായി. സെഹിയോന്റെ സ്മരണയുണർത്തും സൂനുവിൻ്റെ സ്നേഹവിരുന്ന്. സെഹിയോന്റെ സ്മരണയുണർത്തും സൂനുവിൻ്റെ സ്നേഹവിരുന്ന്. രക്തബലിതൻ ഓർമ്മയുണർത്തും രക്ഷകന്റെ ദിവ്യവിരുന്ന്. രക്തബലിതൻ ഓർമ്മയുണർത്തും രക്ഷകന്റെ ദിവ്യവിരുന്ന്. ദിവ്യബലിയിൽ സ്നേഹബലിയിൽ പങ്കുചേരാൻ. അങ്ങാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അത് നിർവഹിച്ചിരിക്കുന്നു. യെശയ്യാ 25:1. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷത്തിലും നന്ദിയിലും നിറഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് ആമോസിന്റെ ജീവിതത്തിൽ കർത്താവ് തന്റെ സ്നേഹത്തോടെ കടന്നു വരുന്ന അനുഗ്രഹിക്കുന്ന ദിനമാകുന്നു. നമ്മളെല്ലാവരും സാക്ഷികളാകുവാനും അനുഗ്രഹാശംസകൾ നേരുവാനും പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും വന്നിരിക്കുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഈ ദിനത്തിൽ പോക്കുനിടവകയെ സ്വപ്നങ്ങൾ കാണുവാനും അത് നടപ്പിലാക്കുവാനും നല്ല ഇടയദൗത്യമായി നയിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഷാജൻ കുട്ടമ്പലക്കൽ, നന്മയുടെ വെളിച്ചമേകാൻ പുതിയ ദൗത്യമായി എത്തിയ അസിസ്റ്റന്റ് വികാരി വർഗീസ് കാളിയങ്കര, പോക്കുനിടവകയിൽ എല്ലാവരുടെയും സ്നേഹമുഖമായിരുന്ന യുവജനങ്ങളുടെ നായകനായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട ജെയ്സൺ ചിറപ്പടിക്കൽ അച്ഛൻ എന്നിവരുടെയും സാന്നിധ്യം ഇന്നത്തെ ശുശ്രൂഷകളെ കൂടുതൽ അനുഗ്രഹീതമാക്കുന്നു. അതോടൊപ്പം സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ വത്സ തെക്കേ എഫ്എസും, ആമോസിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഇടവക ഭാരവാഹികൾ, ഹപ്പിയ, ശുശ്രൂഷകർ, ഗായക സംഘം, മീഡിയ ടീം എന്നിവരുടെ സ്നേഹവും പിന്തുണയും ഒപ്പം നമ്മിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരുടെയും പ്രാർത്ഥനയും ഓർമ്മകൾ എല്ലാം ഇന്നത്തെ ദിനത്തെ സ്വർഗാനുഭവമാകുന്നു. നമ്മുടെ പ്രാർത്ഥന ഈ ധന്യദിനം ആമോസിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, സ്നേഹത്തിൽ വളരുന്ന, ദൈവത്തിന്റെ വഴികൾ നടക്കാൻ ശക്തി നൽകുന്ന ഒരു തുടക്കമാവട്ടെ. എല്ലാവർക്കും ഈ അനുഗ്രഹ ദിനത്തിലേക്ക് സ്വാഗതം. സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ആമോസ് നമ്മുടെ മുമ്പിലായിരിക്കുകയാണ്. ഈ ദിവസം ആമോസത്തിൽ കാത്തിരുന്നാണ് അമ്മാമയോ മമ്മിയുടെ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ചേർന്ന് ഈ ദിവസം ഒരു ഓർമ്മയായി സന്തോഷമായിട്ടുണ്ടാകും. ആമോസിന്റെ മാമോദീസ വേളയിൽ ആമോസിന്റെ ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ആ വിശ്വാസ സത്യങ്ങൾ ആമോസ് ഇവിടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റുപറയുക വലിയ ഒരു സന്തോഷത്തിന് മുഹൂർത്തമാണ്. ഈ വളരെ മനോഹരമായിട്ട് ഇൻട്രോഡക്ഷൻ ഒക്കെ പറഞ്ഞ് എല്ലാവരും വെൽക്കം ചെയ്യും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ഈ കുഞ്ഞുമോൻ ഇന്ന് ആദ്യമായി ഈശോയെ സ്വീകരിക്കും. വിശുദ്ധാത്മാക്കൾക്ക് ഈശോയെ സ്വീകരിച്ചിട്ടും സ്വീകരിക്കുന്നതിന് മുമ്പ്
മറക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? തൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ആരാണ്? ഈശോയാണ്. അത്രമാത്രം ആഹ്ലാദമായിരുന്നു ഓരോ വിശുദ്ധനും വിശുദ്ധനും. പുതിയ ഒരു വിശുദ്ധൻ വരുന്നത് കാർലോ അക്വീറ്റസ്, ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തൻ. മാർപ്പാപ്പ ഉടനെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. ഈ കാർലോ അക്വീറ്റസ് ദിവ്യകാരുണ്യത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയായിരുന്നു. നല്ല മിടുക്കനായ 14 വയസ്സ് വരെ ജീവിച്ച നല്ല ചെറുപ്പക്കാരൻ, ഫുട്ബോൾ കളിക്കുന്ന, ഡാൻസ് ചെയ്യുന്ന, പാട്ടുപാടുന്ന, മോർണിംഗ് ക്ലാസ് ധരിക്കുന്ന, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നന്നായി അറിയാവുന്ന ഈ കാർലോ അക്വീറ്റസ് തൻ്റെ കഴിവുകൾ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, ദിവ്യകാരുണ്യത്തിന് വേണ്ടി. ഉടനെ കാർലോ അക്വീറ്റസിനെ നമ്മുടെ ലയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച് അൾത്താരകളിൽ വണങ്ങപ്പെടും. ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. നീ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചത്, സ്വർഗത്തിന് അവകാശിയായത്. അന്ന് നിന്റെ തലതൊട്ടമ്മയെ നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയും. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിന്റെ തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ ആമോസ്, ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിന്റെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവവിധ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നീ ഭക്ഷിക്കുന്നു. ഈശോയെന്നും നിന്നിൽ ജീവിക്കുവാൻ നീ അനുവദിക്കുക. ഈശോ അങ്ങേ സ്നേഹിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഈ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവനെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവന്റെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവനെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന
ദൈവിക ജീവൻ ഇവന് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവനിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവന് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവനെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം തുടർന്ന് ഇവന്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകാൻ ഇവനെ ഒരിക്കലും അനുവദിക്കരുത്. ഇവൻ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പകൽ തന്നെ ഇവൻ വന്നിട്ടെ. അന്ന് ഇവനെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ
Received from the Lord the teaching that I passed on to you, that the Lord Jesus, on the night of his betrayal, took a piece of bread, gave thanks to God, broke it, and said, "This is my body, which is for you. Do this in memory of me." In the same way, after supper, he took the cup and said, "This cup is God's new covenant, sealed with my blood. Whenever you drink it, do so in memory of me. This means that every time you eat this bread and drink from this cup, you proclaim the Lord's death until he comes. Because that if anyone eats the Lord's bread and drinks from his cup in a way that dishonors him, he is guilty of sin against the Lord's body and blood. So then everyone should examine himself first, and then eat the bread and drink from the cup. For if he does not recognize the meaning of the Lord's body when he eats the bread and drinks from the cup, he brings judgment on himself as a cat sentence. The word of the Lord. Give thanks to him. ജീവനായകവചനവിനാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനവിനാ ദൈവവചനവിനാ സ്വർഗത്തിൽ നിറങ്ങിയപ്പം ഞാൻ അവർ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിടിപെട്ടു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവേ, ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയിരിക്കുന്നത് എന്ന് ഇവർ പറയുന്നത്? യേശുവോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പുരോഗതികളില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ ഞാൻ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുന്ന പ്രവാചകന്മാരെ എഴുതിയിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടാകുന്നതിനർത്ഥം ദൈവത്തിൽ മാത്രം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവനേറ്റമാണ്. നിങ്ങൾ പിതാക്കന്മാരുടെ ഭൂമിയിൽ വെച്ച് മരണം ഭക്ഷിച്ചു, അവർ മരിച്ചു. അതായത് മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ നൽകുന്നതാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവരെ ജീവിക്കും. ലോകത്തിൻ്റെ ജീവൻ വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നാമസിലെ അതിരുകാല സേവനത്തിൻ്റെ വശത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും നോക്കുമ്പോൾ ഒരു വൈദികരെ ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നിറഞ്ഞ ഒരു ദിവസം നോക്കാം. കാരണം നമ്മുടെ അച്ഛനായത് രാഷ്ട്രീയ അസിസ്റ്റന്മാരെയായിരുന്നു കല്യാണം നടത്തിയവരാണ്. നിലവിലായിരുന്നപ്പോൾ എന്തോ പ്രസിഡന്റായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറുപ്പത്തിൻ്റെ യൗവനത്തിൻ്റെ ഏറ്റവും ഇഷ്ടമായിരുന്ന സമയത്ത് ഈ പള്ളിയിൽ മുഴുവനും അറിയപ്പെടുന്ന ആവശ്യത്തിലൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തി ഞാൻ ഇപ്പോൾ പുറത്തു പോവുകയും അതിനുശേഷം കല്യാണം കഴിച്ചു. രാഷ്ട്രീയ കല്യാണം കഴിച്ചു നോക്കിയാണ് അമ്മച്ചിക്ക് തൃശ്ശൂർ വെച്ചാണ് വിവാഹത്തിൻ്റെ കോഴ്സ്.
കൂടിയ അവസരത്തിൽ മാതാപിതാക്കൾ നിർബന്ധമായിട്ട് കോഴ്സിൽ പങ്കെടുക്കണമെന്ന് അവിടുന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അമ്മച്ചിക്ക് വൈകാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ ഡോക്ടർ പോവുകയാണ്. ഡോക്ടറെ വിളിച്ചു. മാതാപിതാക്കളെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു പഠിക്കുന്ന കാര്യങ്ങൾ നല്ല അമ്മച്ചിയാണ്, ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാ ഗ്യാരണ്ടി വരുന്നു. അതിനുശേഷം രാമോസിന്റെ മാമോദിസയ്ക്ക് അവിടെ പോയി അവിടെ സംരക്ഷിച്ചു. പിന്നെ ഇവിടെ വന്ന് തിരിച്ച് വീട് പറക്കേണ്ടത് ഞാൻ തന്നെ. അതിനുശേഷം അത് വളർത്തേക്ക് പോകാനായിട്ട് അവസരം ലഭിച്ചു. പോയി തിരിച്ചു വന്ന് വീട് ചെറുപ്പിന് കാണാൻ പറ്റില്ല. അവിടെ പരിപാടി വീണ്ടും ഒരു വളർന്ന് വലുതായി ആമോസും ആമോസിനെ കൊണ്ട് അതിരുമാന സ്വീകരണത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഒത്തിരിയധികം സന്തോഷമുണ്ട്. കുടുംബത്തെ ഓർത്ത് അമ്മച്ചി ചേട്ടനുണ്ട്. അവിടെ എല്ലാവരും പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ഒത്തിരിയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം കുട്ടികൾക്ക് വളർന്ന ആ പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ആ ദീപികാരണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അതിൽ നിന്നും ആ ചൈതന്യവും കൃപയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ആയിരുന്ന സമയത്തും ഈ സ്ത്രീകളെ കാണാറുണ്ട്. മറ്റൊരു കാര്യങ്ങളൊക്കെ കുറേ ചെയ്തത് കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇതാ ദീപികാരണത്തിൻ്റെ ആ ചൈതന്യമുണ്ട്. അത് പെട്ടെന്നുള്ള പള്ളിയിലേക്കുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ ഞാൻ കുടുംബത്തോടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ചേർത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ആൾക്കാരെയും ദിവ്യകാരനെയും നൽകുന്നത് ചെയ്യുന്നത്. ഇതിൽ യാതൊരു സംശയം. ആരൊക്കെ ഇത്രയൊക്കെ കുട്ടികളൊക്കെ പള്ളിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും വൈദികൻ നിലയിലേക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ആ ചൈതന്യമാണ് വീണ്ടും വളർന്നു വലുതായി അല്ലെങ്കിൽ ചെടിമുട്ടിട്ട് ഫലമായിട്ട് തിരിച്ച് ആമോസിനെ ഇന്ത്യയും ആശ്രയിലൂടെ ഈശോയെ സ്വീകരിക്കുന്നതായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ആമോസിലൂടെ ഈ ചൈതന്യം ഈശോയുടെ ആ ചൈതന്യത്തിലൂടെ വീണ്ടും പ്രസരിച്ച് വീണ്ടും ഒരു നല്ല കുട്ടിയായിട്ട് വളരുവാനായിട്ട് ആമോസ് എന്നെ ജീവിതാനായ ഈശോ ശക്തനാക്കട്ടെ പ്രാർത്ഥിക്കുക. അവരുടെ വീടുകൾ സമാധാനത്താൽ നിറയ്ക്കണമേ. അവരുടെ ജീവിതം വിശ്വാസത്തിൽ വിളക്ക് പോലെ തലമുറകളെ പ്രകാശിപ്പിക്കണമേ. സഭയുടെ സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നിന്നെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാപകമില്ലാതെ സംരക്ഷിക്കുകയും ചെയ്യുക. ശിശുസഹജമായ ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും രീതിയിൽ വളർത്തുവാനെ സഹായിക്കട്ടെ. വിശുദ്ധകുമാരനെ പ്രാപിച്ചുകൊണ്ട് ജീവനയാത്ര തുടരുവാനോട് ഞാൻ ഗ്രഹിക്കട്ടെ. എന്റെ ഭവനങ്ങൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വാസസ്ഥലങ്ങളാകട്ടെ. നിന്റെ തിരുവനന്തപുരം സന്ദർശിക്കുകയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും മറ്റുള്ളവരെയും സമൃദ്ധമായി പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കൂടുതൽ അഭിമാനം സ്നേഹിക്കുവാനിടയാകട്ടെ. സമാധാനം പ്രാർത്ഥിക്കുവാൻ അമ്മയിൽ പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കൾ ജീവിതത്തിൽ പകർത്തുവാനും സഹായമാകട്ടെ. ജനവാലോചന കുടുംബങ്ങളെ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും
നമുക്ക് താമസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും താമസം നോക്കി താമസിനെ സ്മൈലിംഗ് അല്ലേ. നമുക്ക് പറയാം ഓ ആമോസ് ഡി ആമോസ് ഹാപ്പി കൺഗ്രാസ്. ഓക്കെ എല്ലാവരും ചേർക്കാം. ഓ ആമോസ് ഡിയർ ആമോസ് ഹാപ്പി കൺഗ്രാസ് ടു യു. നിങ്ങളെല്ലാം ആമോസ് നോക്കുന്നില്ലേ? ആമോസ് നാം കൊടുക്കാം. നമുക്ക് once again please നമുക്ക് കൊടുക്കാം. ഓ ആമോസ് ഡിയർ ആമോസ് ഹാപ്പി കൺഗ്രാസ് ടു യു. ആമോസ് ചിരിക്കാനൊക്കെ അറിയാമോ? ചിരിക്കാനല്ലേ? അപ്പൊ താങ്ക് യു. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് എല്ലാവരും ചേർന്ന്. കന്യാവന ശാഖയിൽ
Good evening, everyone. Welcome. With a lots of love, we invite you for the first Holy Communion of Amos Dindo Telepilli. And here is a very small introduction to our Amos. ആമോസ് തേലപ്പള്ളി കുടുംബത്തിൽ ഡിൻഡോ ആൻഷി ദമ്പതികളുടെ ആദ്യ മകനായി ജനിച്ചു. പഠനത്തിലും കലാമേഖലയിലും മികവ് തെളിയിച്ചുകൊണ്ട് ഇന്ന് ആമോസ് ഈശോയെ ആദ്യമായി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സുദിനത്തിൽ ആമോസിന് ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ആമോസിനെയും ആമോസിന്റെ പേരൻസായ ആഷ്ലി ചേച്ചിയെയും ഡിൻഡോ ചേട്ടായനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാ തുടക്കവും ദൈവവിചാരത്തോടെ ആയിരിക്കണം. പ്രാർത്ഥനയ്ക്കായി ഏഞ്ചലിനെ ലിജയെ വിളിക്കുന്നു. കിരണങ്ങൾ പാലിൽ തെളിച്ചിടാൻ പ്രാപ്തരാക്കിയിടണേ ഈശ്വരാനേ. നന്മതൻ കിരണങ്ങൾ പാലിൽ തെളിച്ചിടാൻ പ്രാപ്തരാക്കിയിടണേ ഈശ്വരാനേ. ഈ ലോകമോഹങ്ങൾ വ്യർത്ഥമാണെന്നത് ഓരോ നിമിഷവും ഓർത്തിടുവാൻ ചൊരിയണേ കടാക്ഷം ഈശ്വരാ. ഞങ്ങൾ തെറ്റുകളോർക്കാതെ ചൊരിഞ്ഞിടണേ. നന്മതൻ കിരണങ്ങൾ പാരിൽ തെളിച്ചിടാൻ പ്രാപ്തരാക്കിയിടണേ ഈശ്വരാ നീ. നന്മതൻ കിരണങ്ങൾ പാരിൽ തെളിച്ചിടാൻ പ്രാപ്തരാക്കിയിടണേ ഈശ്വരാ നീ. Brightness and prosperity are the symbol of life. It is a positive force that removes darkness. തിരിതെളിക്കുന്നതിനായി ആമോസിനെയും പാരൻസിനെയും ക്ഷണിക്കുന്നു. ആമോസിന്റെ ഗ്രാൻഡ് പാരൻസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഡിൻഡോ ചേട്ടനെ ക്ഷണിക്കുന്നു. അതിന് എല്ലാവരോടും നിങ്ങളുടെ സ്നേഹ സാന്നിധ്യത്തിന് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഒരു ക്ഷമാപണവും. കാരണം നമ്മൾ 3:30 മുതൽ വന്നിരിക്കുന്ന ആൾക്കാരുകളുണ്ട്. അവരുടെ ഒരു സാന്നിധ്യം ഈ നേരം വരെ ഞങ്ങളോട് കാണിച്ച അവരുടെ പേഷ്യൻസ് പ്രത്യേകം നന്ദി അറിയിക്കുന്നതാണ്. നമ്മുടെ അയൽക്കാർ. കാരണം ഒരു പരിപാടി നമ്മൾ സമയത്ത്, പ്രത്യേകിച്ച് കുർബാന എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ട് എത്തുന്ന ഒരു ശീലം നമുക്ക് പലപ്പോഴും എവിടെയും കാണാറുണ്ട്. അതേസമയം നമ്മളൊരു സിനിമയ്ക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ ആ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡിന് മുമ്പേ എത്താൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ വന്നവരെ പ്രത്യേകം അവർക്കൊരു നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരു ക്ഷമാപണവും. നമ്മുടെ ഈ ദിവസത്തെ ഏറ്റവും ഭംഗിയാക്കാനായിട്ട് ഞങ്ങളുടെ മകന്റെ ഇത് ഒരു വലിയ ദിവസം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ UK അവിടുത്തെ ഇടവകയിൽ ഹോളി കമ്മ്യൂണിയൻ നടന്നു. അപ്പോൾ അവിടെ ഓൾറെഡി അതിൻ്റെ കോഴ്സ് പുള്ളി അവരുടെ ടീമിനൊപ്പം പഠിച്ച് അതിൻ്റെ എക്സാം പാസ്സായി എല്ലാം റെഡിയായി, അവിടെ പ്രിപ്പറേഷൻ റെഡി ആയതാണ്. അപ്പോൾ ഞങ്ങളുടെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മച്ചി, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, അവരുടെ വലിയൊരു ആഗ്രഹമാണ് ആമോസിൻ്റെ പരിപാടി ഇന്ന് ഇവിടെ നടക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി നിങ്ങളോടൊത്ത് നടത്താൻ ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് ദൈവനാമത്തിന് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിട്ട് കരുതുന്നു. ഇവിടെ വന്ന് സാന്നിധ്യം അറിയിക്കുന്നവരെയും ഇവിടെ എത്താൻ കഴിയാത്തവരെയും ഓർക്കുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് മധുരമാകാം. കേക്ക് കട്ടിങ്ങിനായിട്ട് സിസ്റ്റർ വത്സ സിസ്റ്ററിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗോഡ് പാരൻ്റായ തോമസ് പേപ്പറിൻ്റെ അഭാവത്തിൽ മേരി ആൻ്റെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരാകുമ്പോൾ തന്നെ കുട്ടിക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും അത്. സോ ആമോസിന്റെ ഗ്രാൻഡ് പാരന്റ് അപ്പാപ്പൻ ആൻഡു അങ്കിളിനെ ക്ഷണിക്കും. ആദ്യമായി ഈ ആമോസിൻ്റെ ആദ്യ കുർബാനസ്വീകരണത്തിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. പ്രത്യേകമായി ആമോസ് ഇന്ന് ഈശോയെ സ്വീകരിച്ച ദിവസമാണ്. അവന് ആദ്യമായി ഈശോയെ നൽകിയ ഫാദറെയും പ്രത്യേകിച്ച് ഈ അവരുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും ആശംസിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ആമോസിൻ്റെ കുർബാന സ്വീകരണത്തിന് എത്തിയിരിക്കുന്ന എല്ലാവരും ഞാൻ നന്ദി പറയുന്ന വേദിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. പിന്നെ എൻ്റെ ആമോസിൻ്റെ കുർബാന സ്വീകരണം നല്ല ഭംഗിയായിട്ട് നടത്താനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് മഴയൊക്കെ വന്നിട്ട് ആ മഴയൊക്കെ പോയി നല്ല കാലാവസ്ഥ തന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി. പിന്നെ എൻ്റെ ആമോസ് നല്ല മിടുക്കുന്ന മോനാണ്. എൻ്റെ മോന് നല്ല ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്. അവൻ്റെ എല്ലാ ദൈവാനുഗ്രഹവും അവനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആമോസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആമോസിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ദിവസമാണ് ഇന്ന് 9th of August 2025. വിശുദ്ധ 10ാം പീയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ കുർബാനയുടെയും ദിവ്യബലിയുടെയും പിതാവ് എന്നറിയപ്പെടുന്നത്. ആ പിതാവിനോട് ചോദിക്കുമ്പോൾ ഏതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസം എന്ന് ചോദിക്കുമ്പോൾ ആ പാപ്പ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസമാണെന്ന്. അപ്പം ഞങ്ങളുടെ ആമോസിനും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസം, ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവനെ തയ്യാർ ചെയ്ത അവൻ്റെ മാതാപിതാക്കളായ ഡിൻജോ, ആഷ്ലി and all those who helped him even in UK for the preparation, I appreciate them and I wish all the best and for the success in the life of Amos. Amos ഒരിക്കലും ഈ ദിവസം അവൻ്റെ ജീവിതത്തിൽ മറക്കാതിരിക്കുക മാത്രമല്ല, എന്നും ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കാനും ഈശോയെ സ്വീകരിക്കാനുമുള്ള തീക്ഷ്ണത ഉണ്ടായിരിക്കട്ടെ എന്നോട് പ്രാർത്ഥിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. 80-90 കാലഘട്ടത്തിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കൊന്നും ഇങ്ങനെ ആഘോഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. അവളുടെ കാര്യം അവൾ പറയട്ടെ. എൻ്റെ കുർബാന സ്വീകരണം ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ട്. പക്ഷേ അപ്പച്ചനുണ്ടായിരുന്നില്ല. അപ്പച്ചൻ ദുബായിലായിരുന്ന സമയത്ത്. അപ്പോൾ അമ്മച്ചിയുടെ അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം ആഘോഷമൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ നടന്നതായിട്ടാണ് ഇപ്പോഴും ഓർമ്മ. അതിന് ഇപ്പോഴും ഞാൻ അവരോട് പരാതി ഇപ്പോഴും പറയാറുണ്ട്. Thank you everyone for coming. താങ്ക് യു. ആമോസ് ഒറ്റ വാക്കിലെല്ലാം പറഞ്ഞു തീർത്തു. ആമോസിനെ ഇന്ന് യേശുവിനെ സ്വീകരിച്ചാൽ ഞങ്ങളുടെ മകനാണ് ഡിൻഡോൻ്റെ മകനാണ് ആമോസ്. ആമോസ് ഇന്ന് യേശുവിനെ സ്വീകരിച്ചതിൻ്റെ ആഘോഷമാണ് നമ്മളിവിടെ നടക്കുന്നത്. വളരെ സന്തോഷവും അഭിമാനമുണ്ട്. ഇവിടെ ഈ ആമോസിനെ കുറിച്ച് ആമോസിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, നല്ല ഗായകനും അതോടൊപ്പം എല്ലാ കാര്യത്തിലും ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പെങ്ങടമാനെ കുറിച്ചാണ് കൂടുതൽ പറയാനുള്ളത്. കാരണം ഡിൻഡോ വളരെ നന്മയുള്ള മനസ്സിനുടമയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെയൊക്കെ മനസ്സ് പിടിച്ചു പറ്റിയ ഒരു നല്ല ചെറുപ്പം മുതലേ ആ ഒരു നന്മ മുഴുവൻ മനസ്സിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും തെളിഞ്ഞു നിൽക്കുകയും അതിനെല്ലാം അദ്ദേഹത്തിനെ ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഓരോ കാര്യങ്ങളും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ളതാണ്. അത് അറിയുന്ന വീടിനടുത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തനങ്ങളൊക്കെ അറിയാം. പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായാലും അതേപോലെ സംഘടനാ പ്രവർത്തനത്തിലും ഇവിടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം ജ്യേഷ്ഠൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള വലിയ ഒരു സ്നേഹവും കരുതലും ഒരു അനിയന് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കുടുംബ കാര്യങ്ങളിലായാലും ഞങ്ങളൊക്കെ ഒരുമിച്ച് എപ്പോൾ അദ്ദേഹം നമ്മൾ വിദേശത്ത് നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവുന്ന ഒരു ഹോംലി ഫീലിംഗ് ഉണ്ട്. നമുക്കിവിടെ വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഈ പ്രാവശ്യം പറ്റിയിട്ടില്ല. ഞാൻ ഇത്തിരി തിരക്കായിരുന്നുകൊണ്ട് പല പ്രാവശ്യം എന്നെ അദ്ദേഹം വിളിച്ചു, പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് ഒന്ന് കൂടാറുള്ളതാണ്.
ആ ഒരു അവസരം കിട്ടിയില്ല. അതിനെയും 22-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് കൂടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇതൊരു നന്മ എല്ലാവരും നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഡിൻഡോന്റെ ജീവിതം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അത് ആമോസിന് തുടർന്നുള്ള ജീവിതത്തിൽ ഇന്ന് സ്വീകരിച്ച ദൈവത്തിന്റെ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.
കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. Walking slow-mo. മനസ്സിലെ സോഗോ. Hey, my golden sparrow. Vama vama come and sing, Queen Daddy Bandang King, Daila Daila pipi dumme, Mala mati pod ring, Golden sparrow ye nengila arrow, Nila the life ye romba sorrow, Mask of sorrow nama payanda hero, singing duet vera yaro, Kapila gole, iva singala sutna gale, Singadi nana kele, ini vanda aale, Nikili meene, or gedila sutna neene, Nikidi line, Nimin karamune, Golden sparrow ye nengila arrow, Nila the life ye romba sorrow, Mask of sorrow nama payanda hero, singing duet vera yaro. മനസ്സായി പത്തന്നെ അടിക്കരു മാമനടിക്ക് മക്കളെ ടം 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 സിരിപ്പോയില്ല മിന്നലടിക്കരു ഹാസപ്പുണ്ണിക്ക് അക്ഷര ടം 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 പുതുസാ ഒരു വെക്കം മുഴക്കിയത് കുടിച്ചാ ഒരു വെപ്പം മഴിക്കിയത് വേട്ടി ഒന്ന് സേലയത്താ കെട്ടി വിട്ട് സിക്കി തവിക്കിയത് ത്യാഗമുണർത്തും കാൽവരിയാകമാ തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയാൽ കാൽവരിയാകമാ തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയാൽ
പൂജ്യമായി തീർന്നിടും ശാന്തി ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ല പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതെപ്പിക്കുമ്പോ പാടടി വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചോ മരിച്ചയ്യ എന്റെ മാറിപ്പാളും ഇപ്പം രാജപ്പൂമൊത്തായി പോയടി ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ണീറരുതേ ഇളദോഷം കളയാൻ മുളുപുള്ളോൻ കുടമേ ഹോയ് ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ല പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതെപ്പിക്കുമ്പോ പാടടി നെഞ്ചുക്കിൽ പെയ്തിടും മാമഴേ ഇരുട്ടിൽ മൂழ்கிடும் താമരേ சென்று மாறிடு வானிலை பெண்ணே முன்பே பிழை செல்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் ஏந்திடும் மாமழே பொன்வண்ணம் சூடிய காரி
நீ செல்லும் வழியெல்லாம் பனி கட்டியாகாது என்னோடு வா வீடு வரைக்கும் என் வீட்டில் பார் என்னை பிடிக்கும் இவள் யாரோ யாரோ தெரியாத இவள் பின்னால் நெஞ்சல் போகாது இது பொய்யாமைய தெரியாத இவள் பின்னால் நெஞ்சல் போகாது போகாது நெஞ்சுக்குள் பெய்திடும் மாமழை நெய்யுக்குள் மூழ்கிடும் மாமழை சற்றென்று மாறிட வானிலை பெண்ணே உன்மேல் பிழை சில்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் நீந்திடும் மாமழை பொன்வண்ணம் சூடிய காரிகை பெண்ணே நீ காற்றலை பூதங்களை பூவி சென்றாய் ஏக்கங்களை பூவி சென்றாய் உன்னை தாண்டி போகும்போது வீசும் காற்றில் மூச்சு வேறு நின்று நீ சென்றால் ஒருபோதும் நகராது நீ செல்லும் வழியெல்லாம் ஒருபோதும் முதிராது காதல் என்ன கேட்கவில்லை கேட்காதது காதலில்லை என் ஜீவன் ஜீவன் நீதானே என்னை தாண்டும் நேரம் இதுதானே நீ இல்லை இல்லை என்றாலே என் ஜென்மம் ஜென்மம் தாங்காது தாங்காது நெஞ்சுக்குள் பெய்திடும் மாமழை வெயிலுக்குள் மூடிடும் தாமரை சற்றென்று மாறிட சில்லாமல் வீசிடும் பேரலை வெற்றிக்குள் நீந்திடும் காலை பொன்வண்ணம் சூடிய காரிகை பெண்ணே நீ காற்றனை ஓம் சாந்தி சாந்தி ஓம் சாந்தி என் உயிரை உயிரை நீ ஏந்தி சென்றாய் சென்றாய் என்னை தாண்டி இனி நீ நான் என்ற Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. Worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find.
the end draws near and my time has come. Still my soul will sing your praise unending. 10,000 years and then forevermore, forevermore. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy name. Le roi des cieux m'ouvre ses bras. Perdu mais trouvé par sa grâce, son amour pour moi, son amour pour moi. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Il m'a racheté à la croix grâce à son deuil. J'étais esclave du péché, mais il m'a sauvé. Jésus m'a sauvé. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Et dans sa maison, j'ai trouvé ma place. Je suis enfant de Dieu, je suis à lui. Je suis choisi et affranchi. En toi je sais qui je suis. Tu es pour moi, pas contre moi. En toi je sais qui je suis. Je suis choisi et affranchi. En toi je sais qui je suis. Tu es pour moi, pas contre moi. En toi je sais qui je suis. En toi je sais qui je suis. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Et dans sa maison, j'ai trouvé ma place. Je suis enfant de Dieu, je suis à lui. Et dans sa maison. మనసునాది సిన్నకపోతుండవో చూడకపోతుండవో ఇంద సిన్న దాటిది ముసరాళ్ళడానిరో సింగలిస్తు పుస్తవో సిదరాలు మనసునాది సిన్నకపోతుండవో చూడకపోతుండవో ఇంద సిన్న దాటిది ముసరాళ్ళడానిరో సింగలిస్తు పుస్తవో ఓ పిల్లకి వెంకటేశ చూడకపోతుండవో కానకపోతుండవో నా పిల్లకి వెంకటేశ చూడకపోతుండవో
తిరుగాని అలసైపోతున్నాను నువ్వేగా వాలరస్తనంటే కదండమా ఓ పిల్లక అరరయ్యో పిల్లక ఓ పిల్లక ఇంకటేసి చూడకపోతుండవో కానకపోతుండవో నా పిల్లక ఇంకటేసి చూడకపోతుండవో కానకపోతుండవో ఓ పిల్లక అరరయ్యో పిల్లక ఓ పిల్లక ఇంకటేసి చూడకపోతుండవో కానకపోతుండవో నా పిల్లక ఇంకటేసి చూడకపోతుండవో కానకపోతుండవో പിന്നിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ